നമസ്കാരം. എം സ്വരാജിന്റെ മാസ് എൻട്രിയോടെ നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് പോരാട്ടം അത് അക്ഷരാർത്ഥത്തിൽ ഒരു രാഷ്ട്രീയ പോരാട്ടമായി മാറുകയാണ്. ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി, ഇനി പാർട്ടി സ്ഥാനാർത്ഥിയാണെങ്കിൽ ജില്ലയിൽ പ്രവർത്തിക്കുന്ന ഒരു നേതാവ്, ഇത്രമാത്രം പ്രതീക്ഷിച്ചിരുന്ന പാർട്ടി അണികളിലേക്ക് ഉച്ചയോടെ ഇന്ന് ആ സർപ്രൈസ് എത്തുകയായിരുന്നു. നിലമ്പൂരുകാരൻ, നിലമ്പൂരിൽ ഇടതിന്റെ സ്ഥാനാർത്ഥി. ഇനി അറിയേണ്ടത് അൻവറിന്റെ നിലപാട് എന്താണെന്ന് മാത്രം. കൈ കൊടുക്കുമോ UDF അതോ കറുത്ത കുതിരയാകാൻ ഒറ്റയ്ക്ക് പോരാടുമോ അൻവർ? പ്രിയ പ്രേക്ഷകർക്ക് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രത്യേക ബുള്ളറ്റിലേക്ക് സ്വാഗതം. നിലമ്പൂർ PV അൻവറിനെ UDF കൂടെ കൂട്ടുമോ എന്നതിൽ നിർണായക തീരുമാനം ഉടനുണ്ടാകും. അൻവറിനോടുള്ള സമീപനം ചർച്ച ചെയ്യുകയാണ് UDF സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കുമോ എന്ന് അൻവർ പ്രഖ്യാപിച്ചാൽ UDF നിലപാട് വ്യക്തമാക്കുമെന്നാണ് നേതാക്കളുടെ പ്രതികരണം ഉണ്ടായത്. ഇന്നത്തെ പ്രധാനപ്പെട്ട പ്രതികരണങ്ങളിലേക്ക് ആദ്യം. പുതിയ സാഹചര്യത്തിൽ അൻവറുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ എന്തെങ്കിലും നിലപാട് മാറ്റമുണ്ടോ? സാഹചര്യം പഴയതൊക്കെ തന്നെയല്ലേ. പോസിറ്റീവാണോ? ഇന്നത്തെ ദിവസം പോസിറ്റീവാണോ? വളരെ പോസിറ്റീവ്, വളരെ പോസിറ്റീവ്. അപ്പോൾ അധികം താമസിയാതെ തന്നെ UDF ഒരു ഗുണകരമായ ഒരു വാർത്ത പ്രതീക്ഷിക്കാം. UDF എപ്പോഴും ഗുണകരമായ വാർത്തകൾ തന്നെയാണ്. ഇന്ന് അദ്ദേഹം ചില ചിന്താഗതികൾക്ക് ചില മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. UDF സംബന്ധിച്ചിടത്തോളം ഞാൻ ഇപ്പോഴും പറയുന്നു, ഇനിയും അദ്ദേഹത്തിന് സമയമുണ്ട്. ആ സമയം വിനിയോഗിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പുനർചിന്തനം ഉണ്ടാകണം എന്ന് തന്നെയാണ് എനിക്ക് ഈ അവസാന നിമിഷത്തിലും സൂചിപ്പിക്കാനുള്ളത്. റാഫി കരീം നിലമ്പൂരിൽ നിന്ന് ചേരുന്ന കൂടുതൽ വിവരങ്ങളുമായി. റാഫി, നിർണായകമായ UDF നേതൃയോഗം അത് 7 മണിക്കാണ് പറഞ്ഞത്, ആരംഭിച്ചിട്ടുണ്ടോ? ഓൺലൈനായി ചേരുന്ന യോഗമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആരൊക്കെയാണ് ആ യോഗത്തിൽ പങ്കെടുക്കുന്നത്? നിർണായകമായ തീരുമാനം എന്ന് പറയുമ്പോൾ അത് PV അൻവറുമായി ബന്ധപ്പെട്ടാണ്. PV അൻവറിനെ സഹകരിപ്പിക്കേണ്ടതുണ്ടോ എന്ന നിലപാടിൽ ഒരു കൃത്യമായ തീരുമാനം UDF എടുക്കാൻ പോവുകയാണ്. അപ്പോൾ എന്താണ് ലഭിക്കുന്ന സൂചനകൾ? ഒപ്പം അൻവറിന്റെ പ്രതികരണം അത് ഈ യോഗത്തിന് ശേഷം ഉണ്ടാകുമോ? തീർച്ചയായും അൻവറിന്റെ ഒരു പ്രതികരണത്തിന് തന്നെയാണ് UDF നേതാക്കളും നിലവിൽ കാത്തിരിക്കുന്നത്. ഇന്നലെ എടുത്ത നിലപാടിൽ നിന്ന് കാര്യമായ മാറ്റം UDF ഭാഗത്തുനിന്ന് ഉണ്ടാകില്ല എന്ന് തന്നെയാണ് നിലവിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ അൻവറുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ചർച്ചകൾ നടക്കുമെങ്കിൽ പോലും ഇന്നലെ പ്രതിപക്ഷ നേതാവും ഒപ്പം തന്നെ UDF കൺവീനറും എടുത്തൊരു തീരുമാനം, അതിൽ കാര്യമായ മാറ്റങ്ങൾ ഉണ്ടാകില്ല എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന വിവരങ്ങൾ. അൻവർ ആര്യാടൻ ഷൗക്കത്തിനെ അംഗീകരിക്കാൻ തയ്യാറാകണം. ആര്യാടൻ ഷൗക്കത്തിനെതിരെ നടത്തിയ വിമർശനങ്ങൾ അത് പിൻവലിക്കണം. ഒപ്പം തന്നെ ആര്യാടൻ ഷൗക്കത്തിനെ തെരഞ്ഞെടുപ്പിൽ പിന്തുണയ്ക്കുമെന്ന് പ്രഖ്യാപിക്കണം. ഈ തീരുമാനങ്ങൾ വന്നാൽ മാത്രമായിരിക്കും അൻവറിന്റെ UDF പ്രവേശനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മുന്നോട്ട് പോകുക. UDF പ്രവേശനമെന്ന് അൻവർ പറയുന്ന ആവശ്യം ഉന്നയിക്കുമ്പോഴും അൻവറിനെ അസോസിയേറ്റ് മെമ്പറായി, അതായത് നിലവിൽ എന്താണോ KPCC അല്ലെങ്കിൽ കോൺഗ്രസ് UDF തീരുമാനിച്ചിരിക്കുന്നത് അതിൽ 1 ഇഞ്ച് പോലും മാറ്റം വരുത്താൻ UDF തയ്യാറാകില്ല എന്നുള്ളതാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. എന്തായാലും അൻവറിൽ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള മറുപടി ഉണ്ടായാൽ, അൻവറിന്റെ നിലപാട് അറിയിച്ചാൽ അതിനുശേഷം ഒരു ചർച്ച നടത്തി എന്ത് അൻവറിന് നൽകാനാകും എന്ന് പറയുക എന്നുള്ളതാണ് നിലവിൽ കോൺഗ്രസ് എടുത്തിരിക്കുന്ന തീരുമാനം. ഇന്ന് 7 മണിക്കാണ് ഈ യോഗം തീരുമാനിച്ചിരുന്നത്. എന്നാൽ അല്പസമയത്തിനകം ഈ യോഗം ആരംഭിക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിലവിൽ നിലമ്പൂരിൽ KPCC പ്രസിഡന്റ് ഉണ്ട്, ഒപ്പം തന്നെ PC വിഷ്ണുനാഥ് ഉണ്ട്, ഷാഫി പറമ്പിലുണ്ട്, അനിൽകുമാറുണ്ട്. നിലവിൽ UDF കൺവീനറായ അടൂർ പ്രകാശ് വയനാടാണുള്ളത്. ഒപ്പം തന്നെ VD സതീശൻ, അദ്ദേഹം എറണാകുളത്താണുള്ളത്. PK കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ളവർ നിലമ്പൂരിലേക്ക് എത്തുമെന്നുള്ളതാണ് അറിഞ്ഞിരിക്കുന്നത്. ഇത്തരം ആളുകൾ ഈ സംസ്ഥാനത്തിന്റെ പല ഭാഗത്തായുള്ളതിനാൽ ഓൺലൈനായിട്ടായിരിക്കും ഈ യോഗവും ഈ കൂടിയാലോചനയും നടക്കുക എന്നുള്ളതാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. അതിനുശേഷം മാധ്യമങ്ങളെ കാണാനുള്ള ഒരു സാധ്യത ഇല്ല എന്നുള്ളതാണ് നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഈ ഇത്തരത്തിൽ UDF ഒരു യോഗം നടന്നാൽ അതിൽ ഉണ്ടായ തീരുമാനങ്ങൾ മാധ്യമങ്ങളോട് സംസാരിക്കേണ്ടത് UDF കൺവീനറോ ചെയർമാനോ ആണ്. VD സതീശനോ അടൂർ പ്രകാശോ ആണ് ഈ വിവരങ്ങൾ പങ്കുവയ്ക്കേണ്ടത്. എന്നാൽ നിലവിൽ അൻവറിന്റെ ഭാഗത്ത് നിന്ന് ഒരു മറുപടി ലഭിച്ചാൽ, നിലപാട് അറിയിച്ചാൽ അതിനുശേഷം വീണ്ടും ചർച്ച ചെയ്ത് UDF നിലപാട് പറയുക എന്നുള്ളതാണ് നിലവിൽ അവർ തീരുമാനിച്ചിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ നാളെ രാവിലെയായിരിക്കും അൻവറുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിൽ തീരുമാനമുണ്ടാവുക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നാളെ 11 മണിക്ക് ആര്യാടൻ ഷൗക്കത്ത് നാമനിർദ്ദേശ പത്രിക നൽകുകയാണ്. അങ്ങനെയെങ്കിൽ നാളെ ഈ നേതാക്കളെല്ലാം തന്നെ നിലമ്പൂരിൽ ഉണ്ടാകും. വലിയ ഒരു പരിപാടിയായിട്ടാണ് ഈ പത്രിക സമർപ്പിക്കുന്നത്. റാഫി കരീമാണ് വിശദാംശങ്ങൾ നൽകിയത്. എന്തായാലും UDF നേതൃയോഗം തുടങ്ങിയിട്ടില്ല, അല്പസമയത്തിനകത്ത് തുടങ്ങുമെന്നാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ റാഫിയോട് നൽകിയ റിപ്പോർട്ട്. UDF നേതൃയോഗം ഉടൻ ചേരാൻ പോകുന്നു എന്ന് പറയുമ്പോൾ തന്നെ
UDF-ഉം PV അൻവറും വഴിപിരിഞ്ഞു എന്നൊരു ക്ലൈമാക്സിൽ ഒരു അപ്രതീക്ഷിതമായ ഒരു ട്വിസ്റ്റ് ഉണ്ടാവുകയാണ്. ഈ പകൽ കൂടി കാത്തിരിക്കാൻ UDF നേതൃത്വം ആവശ്യപ്പെട്ടതൊക്കെ ചില സൂചനകളായി നമുക്ക് കാണേണ്ടിയിരിക്കുന്നു. എന്തായാലും ഇന്ന് ഈ വിഷയത്തിൽ എന്താണ് PV അൻവർ പറഞ്ഞതെന്ന് കേൾക്കാം. വളരെ ഉത്തരവാദിത്തപ്പെട്ട UDF-ന്റെ നേതാക്കളും സമൂഹത്തിലെ പ്രധാനപ്പെട്ട ചില സാമുദായിക നേതാക്കളും ചില സാമൂഹിക നേതാക്കളും വിളിച്ചിട്ട് ഒരു പകൽ കൂടി നിങ്ങൾ വെയിറ്റ് ചെയ്യണം എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതോടൊപ്പം മുസ്ലിം ലീഗിൻ്റെ ഉന്നതരായ കുഞ്ഞാടി സാഹിബ് അടക്കമുള്ള നേതാക്കൾ, കോൺഗ്രസിൻ്റെ വളരെ ഉത്തരവാദിത്തപ്പെട്ട ഞാൻ ആദ്യം സൂചിപ്പിച്ച നേതാക്കൾ, ഇവരൊക്കെ ഒരു പകൽ കൂടി നിങ്ങൾ വെയിറ്റ് ചെയ്യണം, നിങ്ങളിപ്പോൾ അത് ഡിക്ലെയർ ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും അങ്ങനെ കാത്തിരിക്കുന്നുണ്ട്. ഇന്ന് രാവിലെ ചേരാനിരുന്ന വാർത്താ സമ്മേളനം ആ രീതിയിൽ മാറ്റുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. അൻവർ നിലപാട് പറഞ്ഞതിന് ശേഷം മാത്രമേ ഇനി ആലോചനയുള്ളൂ എന്ന് കോൺഗ്രസിനോടും വ്യക്തമാക്കിയിട്ടുണ്ട്. സ്ഥാനാർത്ഥിയെ അംഗീകരിച്ചുവെന്ന് അൻവർ പ്രഖ്യാപിക്കാതെ ഇനി ചർച്ചയില്ല എന്നാണ് കോൺഗ്രസിന്റെ നിലപാട്. അൻവറിനോടുള്ള സമീപനത്തിൽ അണുവിട പിന്നോട്ടില്ലാതെ നിൽക്കുകയാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. UDF സ്ഥാനാർത്ഥിയെ അദ്ദേഹം പിന്തുണയ്ക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് തീരുമാനിക്കാനുള്ള അവകാശവും അധികാരവും അദ്ദേഹത്തിനാണ്. അത് അദ്ദേഹം തീരുമാനിക്കട്ടെ, പ്രഖ്യാപിക്കട്ടെ. അപ്പം ഞങ്ങൾ ഞങ്ങളുടെ അഭിപ്രായം പറയാം. എനിക്കതൊന്നും അറിയില്ല. എനിക്ക് ഒറ്റ കാര്യം, UDF എന്നെ ചുമതലപ്പെടുത്തിയിരിക്കുന്നത് ഇത്രയും പറയാൻ മാത്രമേ ഉള്ളൂ. ഞാൻ പറഞ്ഞ അദ്ദേഹത്തിന് നേരെ UDF വാതിൽ അടച്ചിട്ടുമില്ല തുറന്നിട്ടുമില്ല എന്ന് പറഞ്ഞു. വിപിൻ സി വിജയനാണ് നിലമ്പൂരിൽ നിന്നും വീണ്ടും ചേരുന്നത് വിവരങ്ങളുമായി. വിപിൻ, ഇപ്പോൾ ഇന്നലത്തെ സ്ഥിതിയല്ല UDF-ന് ഇന്ന് എന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം ഇന്നിപ്പോൾ LDF-നെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിരിക്കുന്നു. അപ്രതീക്ഷിതമാണ് ഈ പറയാം. ഒരുപക്ഷെ സ്വതന്ത്രനെ പ്രതീക്ഷിച്ചെടുത്ത് ഒരു പാർട്ടി ചിഹ്നത്തിൽ ശക്തനായ ഒരാൾ LDF-നായി അണിനിരക്കുകയാണ്. അതോടൊപ്പം തന്നെ വലിയ ശക്തമായ മത്സരം ഉണ്ടാവുമെന്ന സൂചനകളും അതേതാണ്ട് ഉറപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ UDF വിട്ടുവീഴ്ചയ്ക്ക് ഒരുങ്ങുമോ, അല്ല PV അൻവറിന്റെ നിലപാട് എന്താണോ അതിനോട് കൂടി സഹകരിക്കാൻ കഴിയില്ല എന്ന നിലപാടിലേക്ക് പോകുമോ എന്ന ചോദ്യമുണ്ട്. PV അൻവർ എന്ത് പറയുന്നു എന്നതിനെ കാത്തിരിക്കുന്നു UDF നേതൃത്വം. അതോടൊപ്പം തന്നെ അൻവർ കാത്തിരിക്കുകയാണ് UDF എന്ത് പറയുന്നു എന്നറിയാൻ. ഇത് ഈ ഒരു ചരടുവലി അങ്ങോട്ടും ഇങ്ങോട്ടുള്ളതിന്റെ ഒരു തീരുമാനം ഈ രാത്രിയിൽ ഉണ്ടാകുമോ വിപിൻ? LDF-ന്റെ സ്ഥാനാർത്ഥിയായി M സരോജ് കൂടി വന്നതോടുകൂടി രാഷ്ട്രീയ പോരാട്ടമാകും. അതൊരു വലിയ പോരാട്ടമായിരിക്കും എന്നുള്ളത് തെല്ലും സംശയമില്ല. അതുകൊണ്ട് തന്നെ PV അൻവർ മത്സരിക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിന് കൂടുതൽ പ്രസക്തി കൈവരികയാണ്. അതിൽ എന്ത് തീരുമാനമുണ്ടായാലും അത് ജയപരാജയങ്ങളെ സ്വാധീനിക്കുന്ന തലത്തിലേക്ക് വളരുമെന്നുള്ളത് ഒരു സംശയവുമില്ലാത്തൊരു കാര്യമാണ്. ഒപ്പം തന്നെ കഴിഞ്ഞ 5 ദിവസമായി ആരാദ്യം എന്നുള്ള ഒരു ചർച്ച ഇങ്ങനെ UDF-ഉം PV അൻവറും തമ്മിൽ ഉള്ളതിൽ നമ്മളിങ്ങനെ കാണുകയാണ്. കാരണം ആദ്യം ഈ സ്ഥാനാർത്ഥിയെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള പരാമർശങ്ങൾ അത് പിൻവലിച്ച നിരുപാധികമായ ഒരു പിന്തുണ പ്രഖ്യാപിക്കട്ടെ എന്ന് UDF നേതൃത്വം പറയുന്നു. അതിനുശേഷം ഒരു അസോസിയേറ്റ് മെമ്പറാക്കാമെന്ന് പറയുന്നു. ഇപ്പോൾ ഏറ്റവും അവസാനമായിട്ടുള്ള ചർച്ച ഇന്നലെ ഈ തൃണമൂൽ കോൺഗ്രസിന്റെ സെക്രട്ടേറിയറ്റ് ചേർന്ന് മത്സരിക്കാൻ തന്നെ തീരുമാനിക്കുകയും PV അൻവർ സ്ഥാനാർത്ഥിയാകുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഒരുക്കങ്ങളും തകൃതിയായി നടത്തുകയും ചെയ്തു. പക്ഷേ ഇന്നലെ രാത്രി ചില സാമുദായിക നേതാക്കൾ വിളിക്കുകയും അതിൽ ഇടപെടുകയും ചെയ്തു. UDF-ന്റെ നേതാക്കളും വിളിച്ച് ഈ ഒരു പകൽ കൂടി കാത്തിരിക്കണമെന്നുള്ളത് അദ്ദേഹം ഇന്നത്തെ വാർത്താ സമ്മേളനം വിളിച്ചാണ് അദ്ദേഹം പറഞ്ഞത്. പ്രധാനപ്പെട്ട അത് VD സതീശനെതിരെയൊക്കെയുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയുന്നതിന് വേണ്ടി വിളിച്ച വാർത്താ സമ്മേളനമാണ് അങ്ങനെ മാറ്റിവെച്ചത്. പക്ഷേ ആ പകൽ ഇപ്പോൾ അസ്തമിച്ചിരിക്കുന്നു. പക്ഷേ എന്നിട്ടും അതിലൊരു കൃത്യമായിട്ടുള്ളൊരു സമവായമായി എന്ന് പറയാറായിട്ടില്ല എന്നുള്ളതാണ് സ്ഥിതി. നിർണായകമായിട്ടുള്ള പല ചർച്ചകളും ഇപ്പോഴും അതിൻ്റെ ഏറ്റവും അവസാന നിമിഷവും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സ്ഥാനാർത്ഥിയെക്കുറിച്ച് പറഞ്ഞത് അദ്ദേഹം പിൻവലിക്കുകയാണെങ്കിൽ അസോസിയേറ്റ് മെമ്പറാക്കി UDF-നൊപ്പം നിർത്താം എന്നുള്ളതിലേക്കാണ് ചർച്ചകൾ പോകുന്നത്. പക്ഷേ അതിന് അദ്ദേഹം തയ്യാറാകുന്നില്ല. പൂർണ്ണമായിട്ടും ഒരു ഘടകകക്ഷിയാക്കണമെന്നുള്ള കാര്യത്തിലാണ് ഇപ്പോഴും PV അൻവർ ഉറച്ചു നിൽക്കുന്നതെന്ന് മനസ്സിലാക്കുന്നു. അങ്ങനെയാണെങ്കിൽ വീണ്ടും സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ച് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിലേക്ക് പോകും എന്നുള്ളതാണ് അറിയുന്നത്. അങ്ങനെ ആദ്യം ഇപ്പോൾ ആര്യയുടെ ഷൗക്കത്തിനെതിരെ പറഞ്ഞത് പിൻവലിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് UDF നേതാക്കൾ നിൽക്കുന്നത്. എന്നാൽ അതിന് അത്തരത്തിലുള്ള ഒരു നീക്കങ്ങളൊന്നും ഇവിടെ നിന്ന് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വസ്തുതാപരമായിട്ടുള്ള കാര്യം. അങ്ങനെയാണെങ്കിൽ ഇതിങ്ങനെ പോവുകയും നാളെ അദ്ദേഹം ഒരു വാർത്താ സമ്മേളനം വിളിക്കുകയോ ഒരു നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്ന തീയതി തീരുമാനിക്കുകയോ ചെയ്യും എന്നുള്ളതാണ് നിലവിലെ അവസ്ഥ. സാമുദായിക നേതാക്കളൊക്കെ ഉൾപ്പെടെ ഇതിൽ ചർച്ച നടക്കുന്നുണ്ട്. PK കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ളവർ ചേർന്ന് ഒരു ചർച്ച നടക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഈ നേതൃയോഗം കഴിഞ്ഞ് അവർ എന്തു പറയുന്നോ അതിനനുസരിച്ചായിരിക്കും മറ്റ് കാര്യങ്ങൾ. അതിനു മുൻപ് ഒരു ആര്യയുടെ ഷൗക്കത്തിനെ അനുകൂലിച്ചു കൊണ്ടുവരാനുള്ള സാധ്യത തുലം കുറവായിരിക്കുന്നു എന്നുള്ളതാണ് പ്രജിത്ത്.
യെസ്, ഒരു ഭാഗത്ത് LDF ശക്തനായ സ്ഥാനാർത്ഥിയെ നിർത്തിയിരിക്കുന്നു, അവർ കൂടുതൽ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നു. മറുഭാഗത്ത് PV അൻവർ വിഷയത്തിൽ തന്നെ കുടുങ്ങിക്കിടക്കുകയാണ് UDF എങ്കിൽ അത് അവർക്ക് തിരിച്ചടിയാവുകയും ചെയ്യും. ഒരു അന്തിമ തീരുമാനം ഈ വിഷയത്തിൽ ഇന്നുണ്ടാകുമെന്നാണ് പ്രതീക്ഷ. എല്ലാ തീരുമാനങ്ങളും ഈ നേതൃയോഗത്തിൽ ഉണ്ടാകും എന്നാണ് UDF നേതൃത്വം വ്യക്തമാക്കുന്നത്. ആ നേതൃയോഗം അല്പസമയം മുൻപ് ആരംഭിച്ചു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഓൺലൈനായാണ് ആ യോഗം ചെയ്യുന്നത്. PV അൻവർ വിഷയത്തിൽ തീരുമാനം UDFന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുമെന്നാണ് കരുതുന്നത്. ഇനി മറുഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ 2006 ശേഷം പാർട്ടി ചിഹ്നത്തിൽ പരീക്ഷണത്തിന് പോലും സ്ഥാനാർത്ഥിയെ നിർത്താതെ നിലമ്പൂരിൽ പാർട്ടി നിയോഗം ഏറ്റെടുക്കുകയാണ് ഇത്തവണ M സ്വരാജ്. കുഞ്ഞാലിക്ക് ശേഷം പാർട്ടി ചിഹ്നത്തിൽ ആരും ജയിച്ചിട്ടില്ലാത്ത ആ മണ്ഡലത്തിൽ LDFന് നിലവിൽ അനുകൂല രാഷ്ട്രീയ കാലാവസ്ഥ ഉണ്ട് എന്നാണ് CPMന്റെ വിലയിരുത്തൽ. UDFിലെ ഭിന്നസ്വരവും അൻവറിന്റെ പടലപ്പിണക്കവും BJPയുടെ അസാന്നിധ്യവുമൊക്കെ സ്വരാജിന്റെ നിലമ്പൂരുകാരെന്ന പ്രഭാവമൊക്കെ വോട്ടാക്കി മാറ്റാൻ കഴിയുമെന്നാണ് ഇടതുപക്ഷത്തിന്റെ നീക്കം. സ്വതന്ത്രിൽ നിന്ന് സ്വരാജിലേക്ക് എത്തുമ്പോൾ LDFന് എന്തെല്ലാം പ്രതീക്ഷിക്കാം എന്നാണ് നമ്മൾ ഇനി പരിശോധിക്കാൻ പോകുന്നത്. ആർ ശ്രീത്ത് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ശ്രീത്ത്, നിലവിൽ LDF ഇന്നത്തെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലൂടെ വലിയ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുകയാണ്. പക്ഷേ എന്താകും ഈ ജനവിധി എന്നതിൽ വലിയ ആകാംക്ഷയുണ്ട്. മറുഭാഗത്ത് UDF പക്ഷേ PV അൻവർ ഒരു കീ ഫാക്ടറായി മാറുന്നു. അതിലൊരു തീരുമാനം ഇന്ന് UDF പറയുകയാണെങ്കിൽ അത് തന്നെയാണ് പ്രധാനപ്പെട്ട വാർത്തയാവുന്നത്. LDF എന്തുകൊണ്ടാണ് ഇത്തവണ ഒരു അനുകൂല രാഷ്ട്രീയ കാലാവസ്ഥയുണ്ട് എന്ന് പറയുന്നത്? എന്തുകൊണ്ടാണ് ഒരു സ്വതന്ത്രനെ മാറ്റി പാർട്ടി ചിഹ്നത്തിൽ തന്നെ ഒരാളെ നിർത്താൻ ആ പാർട്ടി തീരുമാനിച്ചത്? LDF രാഷ്ട്രീയ കാലാവസ്ഥ അനുകൂലമാണ് എന്ന് പറയാൻ പല കാരണങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് 2016 മുതൽ ഈ കഴിഞ്ഞ 9 കൊല്ലക്കാലം LDF പ്രതികരിച്ചിരുന്ന മണ്ഡലമാണ് നിലമ്പൂർ എന്നതാണ്. രണ്ടാമത്തേത്, തുടർഭരണം ലഭിച്ച് അധികാരത്തിലുള്ള ഒരു സർക്കാർ നടത്തിയ പ്രവർത്തനങ്ങൾ അത് ജനങ്ങൾക്കിടയിൽ വലിയ തോതിൽ തങ്ങളെപ്പറ്റി ഒരു ഗുഡ്വിൽ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നും CPIM LDFും കരുതുന്നു. ഈ രണ്ട് കാരണങ്ങൾ രാഷ്ട്രീയ അന്തരീക്ഷം അനുകൂലമാകാൻ കാരണമാകുന്നു എന്ന് പറയുമ്പോൾ തന്നെ UDFിനകത്തെ അന്തഛിദ്രങ്ങളും തങ്ങൾക്ക് അനുകൂലമായി മാറും എന്നാണ് CPIMന്റെ പ്രതീക്ഷ. ഈ കാര്യത്തിൽ ഒരു സ്വതന്ത്ര പരീക്ഷണം മാറ്റി എന്തുകൊണ്ടൊരു പാർട്ടി സ്ഥാനാർത്ഥിയെ ഇവിടേക്ക് മത്സരിപ്പിച്ചു എന്ന് ചോദിച്ചാൽ, കഴിഞ്ഞ PV അൻവർ സ്വതന്ത്ര പരീക്ഷണമായിരുന്നു, അദ്ദേഹം വിജയിച്ചുവെങ്കിൽ പോലും അവിടെ നിന്ന് അദ്ദേഹം മാറിപ്പോയി ഇപ്പോൾ മറ്റ് മുന്നണിയിലേക്ക് കയറാനുള്ള ശ്രമത്തിലാണ്. അപ്പോൾ അങ്ങനെ ഒരു രാഷ്ട്രീയ വഞ്ചനയ്ക്ക് മറുപടി പറയണമെങ്കിൽ പാർട്ടി സ്ഥാനാർത്ഥിയെ കൊണ്ട് നിർത്തി അത് പാർട്ടി പ്രവർത്തകരെ ആകെ ആവേശത്തിലാക്കിക്കൊണ്ട് ഒരു ശക്തമായ പ്രവർത്തനം കാഴ്ചവെച്ചാൽ വിജയം കയ്യെത്തിപ്പിടിക്കാൻ കഴിയും, വിജയം നിലനിർത്താൻ കഴിയുമെന്ന് CPIMും LDFും കാണുന്നു. ഇതിന് അനുകൂലമായി അവർ പറയുന്ന ഘടകം പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നടന്ന പോലത്തെ സ്ഥലമല്ല. ഇവിടെ ശക്തമായ രാഷ്ട്രീയ സംഘടനാ അടിത്തറ CPIMനുണ്ട്. അതുകൊണ്ട് ശക്തമായ ഒരു പ്രവർത്തനം കാഴ്ചവെച്ചാൽ വിജയിക്കാൻ കഴിയും. ഈ കാരണങ്ങളാണ് LDFിന്റെ ആത്മവിശ്വാസത്തിന് കാരണം. M സ്വരാജിന്റെ സ്ഥാനാർത്ഥിത്വത്തോടെ ഈ നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പ് ഒരു വാശിയേറിയ രാഷ്ട്രീയ മത്സരമായി മാറിക്കഴിഞ്ഞു. അൻവറിന്റെ തീരുമാനം കൂടി വരുന്നു എന്താണ് എന്ന കാര്യമാണ് ഇനി അറിയാനുള്ളത്. അങ്ങനെയെങ്കിൽ അൻവർ മത്സരിക്കുകയാണെങ്കിൽ ശക്തമായ ത്രികോണപ്പോരിലേക്ക് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് മാറും. അല്ലെങ്കിലും ഇവിടുത്തെ വാശിക്ക് കുറവൊന്നും ഉണ്ടാകുകയില്ല. ആർ ശ്രീത്താണ് നിലമ്പൂരിൽ വിശദാംശങ്ങളുമായി ചേർന്നത്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ BJP മത്സരിക്കണമെന്ന് നിർബന്ധം വയ്ക്കേണ്ടതില്ലെന്ന് BJP ദേശീയ നിർവാഹക സമിതി അംഗം CK പത്മനാഭൻ. നേരത്തെയും ഉപതെരഞ്ഞെടുപ്പുകളിൽ BJP മത്സരിക്കാതിരുന്നിട്ടുണ്ട്. അത് പാർട്ടിക്ക് ഗുണമേ ചെയ്തിട്ടുള്ളൂ. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് അടിച്ചേൽപ്പിക്കപ്പെട്ടതാണെന്നും CK പത്മനാഭൻ കോഴിക്കോട്ട് പറഞ്ഞു. ഉപതെരഞ്ഞെടുപ്പുകൾ വരുമ്പോൾ ഞങ്ങൾ കഴിഞ്ഞ കാലങ്ങളിൽ പല സന്ദർഭത്തിലും മത്സരിച്ചിട്ടില്ല. അതുകൊണ്ട് മത്സരിക്കണം എന്നൊരു നിർബന്ധം വെക്കേണ്ട കാര്യമില്ല. കാരണം 6 മാസത്തേക്കോ മറ്റാണ് ഇനിയിപ്പം ഈ ഉപതെരഞ്ഞെടുപ്പിൻ്റെ ഫലം വന്നു കഴിഞ്ഞാലും അത്രയേ അതിൻ്റെ കാലാവധിയുള്ളൂ. അതിൻ്റെ ഇടയിൽ ഇപ്പോൾ അവിടെ പോയിട്ട് ഒരു ശക്തിപ്രകടനം നടത്തണമെന്നുള്ള അതത്ര അത്യാവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ. എന്തായാലും നിലമ്പൂരിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാവുന്നത് ഈ മണിക്കൂറിൽ അവിടെ ചേർന്നുകൊണ്ടിരിക്കുന്ന UDF നേതൃയോഗം തന്നെയാണ്. അത് ഓൺലൈനായി ചേരുകയാണ്. അതിന്റെ വിശദാംശങ്ങളുമായി റാഫി കരീം ഒരിക്കൽ കൂടി നിലമ്പൂരിൽ ചേരുകയാണ്. റാഫി, ഓൺലൈനാണ് ഈ യോഗം ചെയ്യുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനം എടുക്കാൻ പോകുന്നത് PV അൻവർ വിഷയത്തിലാണ്. എന്തെങ്കിലും സൂചനകൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ടോ? ആരൊക്കെയാണ്, ഏതൊക്കെ നേതാക്കളാണ് ഈ യോഗത്തിൽ പങ്കെടുക്കുന്നത്? വളരെ പ്രധാനപ്പെട്ട ഒരു UDF യോഗമാണ് ഇന്ന് നടക്കുന്നത്. ഈ യോഗം അല്പസമയത്തിനകം ആരംഭിക്കും എന്നുള്ളതാണ് നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്, ഒപ്പം തന്നെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ, UDF കൺവീനറായ അടൂർ പ്രകാശ്, ഒപ്പം ഷാഫി പറമ്പിൽ, PC വിഷ്ണുനാഥ്, M അനിൽകുമാർ അടക്കമുള്ള നേതാക്കൾ ഈ UDF യോഗത്തിൽ പങ്കെടുക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിൽ അടൂർ പ്രകാശും ഒപ്പം തന്നെ VD സതീശനും ഒഴിച്ച് ബാക്കി എല്ലാവരും നിലമ്പൂരിൽ തന്നെയുണ്ട്. ഇവരെല്ലാം ഈ യോഗത്തിൽ പങ്കെടുക്കുകയും മറ്റുള്ളവർ ഓൺലൈനായിട്ടായിരിക്കും യോഗത്തിൽ പങ്കെടുക്കുക. അൻവറിൽ
അൻവറിന്റെ മുന്നണി പ്രവേശനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു നിലപാട് ഈ യോഗത്തിന് ശേഷം സ്വീകരിക്കുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാൽ നിലവിൽ അൻവറുമായി ബന്ധപ്പെട്ടെടുത്തിരിക്കുന്ന തീരുമാനങ്ങളിൽ മാറ്റം വേണ്ട എന്നുള്ളതാണ് നിലവിൽ തീരുമാനം എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അൻവർ UDF സ്ഥാനാർത്ഥിയായ ആര്യാടൻ ഷൗക്കത്തിനെ അംഗീകരിക്കണം. ഒപ്പം തന്നെ ആര്യാടൻ ഷൗക്കത്തിന് പിന്തുണ പ്രഖ്യാപിക്കണം. സ്ഥാനാർത്ഥിക്കെതിരെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് തൊട്ടു പിന്നാലെ അൻവർ നടത്തിയ ആരോപണങ്ങൾ അത് പിൻവലിക്കണം. ഈ കാര്യങ്ങളിൽ അൻവറിന്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം അത് ലഭിച്ചതിനു ശേഷം മാത്രം അൻവറിന്റെ മുന്നണി പ്രവേശനവുമായി ബന്ധപ്പെട്ടുള്ള ഒരു ചർച്ച നടക്കും എന്നുള്ളതാണ് നിലവിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അൻവറിന്റെ പ്രതികരണമായിരിക്കും ഇതിൽ ഏറ്റവും നിർണായകമാവുക. ഇന്ന് രാവിലെ 9 മണിക്ക് അൻവർ മാധ്യമങ്ങളെ കാണുമെന്ന് അറിയിച്ചിരുന്നു. എന്നാൽ ഒരു പകൽ കൂടി കാത്തിരുന്ന ശേഷം നാളെ മാധ്യമങ്ങളെ കാണും എന്നുള്ളതാണ് അൻവർ നിലവിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. ആ നിലയിലെങ്കിൽ അൻവറിന്റെ പ്രതികരണമായിരിക്കും ഇനി ഏറെ നിർണായകമാവുക. ശരി റാഫി, എന്തായാലും UDF നിലപാടിൽ നിന്ന് വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ല. എന്തായാലും ഈ സ്ഥാനാർത്ഥിയെ അംഗീകരിക്കണം എന്ന നിലപാട് തന്നെയാണ് അൻവറിന് മുന്നിലേക്ക് ഇപ്പോഴും വെക്കുന്നത്. അൻവർ എന്ത് പറയുന്നു എന്നറിഞ്ഞിട്ടാകാം മറ്റു തീരുമാനങ്ങളെന്ന് UDF പറയുന്നു. അൻവർ പറയുന്നു എന്താണ് UDF യോഗം ചേർന്നെടുക്കുന്നത് അത് നോക്കിയിട്ട് പ്രതികരിക്കാമെന്ന് അൻവറും പറയുകയാണ്. എന്തായാലും ഈ രാത്രിയിൽ ഒരു തീരുമാനം ഉണ്ടാകുമെന്നാണ് കരുതുന്നത്. നാളെ അൻവറിന്റെ വാർത്താ സമ്മേളനം, അതിൽ നിലപാട് അൻവറും പറയുന്നതോടുകൂടി നിലമ്പൂരിലെ ഒരു യഥാർത്ഥ ചിത്രം തെളിയുകയും ചെയ്യും. ബുള്ളറ്റിൻ പൂർത്തിയാവുകയാണ്.